ഹായ് ഹലോ അസ്സാം വലൈക്കും ചൂസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. എല്ലാവരും കാണണം, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വേറൊന്നുമില്ല, ഞാൻ രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, നല്ല നാടൻ രീതിക്ക്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, അതേപോലെ 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില, 2 തക്കാളി, അതേപോലെ 2 പച്ചമുളക്, വറ്റൽ മുളക്, അതേപോലെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പൊടിക്ക് ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം എടുക്കുന്നുണ്ട്, അതേപോലെ കുറച്ച് കുരുമുളക് എടുക്കുന്നുണ്ട്. അതിലാവശ്യമായ പുളിവെള്ളം ഞാൻ നല്ല വാളൻ പുളി വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണേ. അതിലേക്ക് ഞാൻ ഒരു പീസ് ഇഞ്ചി കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് നന്നായി ഒന്ന് ചതച്ചെടുക്കണം. അതപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ കടുക് കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽ മുളകൊന്ന് ഇട്ട് കൊടുക്കാവേ. അതിനുശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില നമ്മളെടുത്ത് വെച്ചിട്ടില്ലേ, ആ കറിവേപ്പിലയുടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കേണ്ടതുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ജീരകം, കുരുമുളക്, ചെറിയുള്ളി എന്നിവ ചതച്ച് വെച്ചിട്ടില്ലേ, അതൊന്ന് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിൽ ആവശ്യമായ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കറക്റ്റ് പുളി കിട്ടിയില്ലെങ്കിൽ ലാസ്റ്റ് ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ പൊടികളെല്ലാം നന്നായി യോജിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമായി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ രസം ഓക്കെ ആയി. ഇതിപ്പോൾ നാളത്തേക്ക് കൂട്ടാനാണ് ഞാൻ ഇപ്പോൾ രസം വെക്കുന്നത്. ഞാൻ രാത്രിയാണ് വെക്കുന്നത്, കാരണം ഈ പഴകും തോറും രസത്തിന് നല്ല ടേസ്റ്റ് കൂടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ബായ്.